സംസ്ഥാനത്ത് ഇന്നു മുതൽ റംസാൻ വ്രതാരംഭം. മസ്ജിദുകളിൽ പ്രത്യേക പ്രാർത്ഥനകളും വിവിധയിടങ്ങളിൽ ഇഫ്താർ വിരുന്നുകളും നടക്കും. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശമുയർത്തി വിശ്വാസികൾ പുണ്യമാസത്തിലേക്ക് കടന്നു. ഇനിയുള്ള ഒരു മാസക്കാലം വിശ്വാസികൾക്ക് ആത്മസമർപ്പണത്തിന്റെ കാലം. പ്രാർത്ഥനാനിരതമായ പകലിരിവുകൾക്കൊപ്പം ഇഫ്താർ വിരുന്നുകൾ കൊണ്ടും ഒത്തുചേരലുകൾ കൊണ്ടും ഈ ദിനങ്ങൾ സമ്പന്നമാകും. ഇസ്ലാം മതവിശ്വാസികൾ വ്രതാനുഷ്ഠാനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും നിറവിലാണ്. പുലർച്ചെ മുതൽ വൈകിട്ട് വരെ വിശ്വാസികൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് വ്രതമനുഷ്ഠിക്കും. ഇല്ലാത്തവന്റെ വിശപ്പറിയുന്നത് മാത്രമല്ല, വാക്കിലും പ്രവൃത്തിയിലും തെറ്റുകൾ വരാതിരിക്കാനുള്ള ജാഗ്രത കൂടിയാണ് പുണ്യമാസം. ഖുർആൻ പാരായണം ചെയ്യുന്നതിനൊപ്പം ഓരോരുത്തരും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യും. ക്ഷമ, സഹനം, കാരുണ്യം തുടങ്ങിയ മൂല്യങ്ങളുടെ കൂടിച്ചേരൽ കൂടിയാണ് റംസാൻ മാസം. പ്രാർത്ഥനകൾക്കൊപ്പം തന്നെ ദാനധർമ്മങ്ങൾക്കും ഈ മാസത്തിൽ പ്രാധാന്യമുണ്ട്. സക്കാത്ത് നൽകി സഹജീവികളെ കരുതലിന്റെ കരങ്ങൾ നീട്ടി ഓരോ വിശ്വാസിയും ചേർത്ത് പിടിക്കും. പള്ളികളും ഭവനങ്ങളും വിശുദ്ധ മാസത്തിന് നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു. വിവിധയിടങ്ങളിൽ മുസ്ലിം സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ മതപ്രഭാഷണങ്ങളും നടക്കും. ന്യൂസ് ഡെസ്ക്, TCV.